അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി. ഞാൻ ജിമ്മിൻ്റെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഡമ്പലല്ല വേറൊരു സാധനമുണ്ട്, അത് വീണിട്ട് എൻ്റെ മൂടാകെ പോയി. അപ്പം നാണ്ട നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഇവിടെ അടുത്തൊരു കടയിൽ നല്ല സംഭാരമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് അത്. അപ്പം അത് മേടിച്ച് കുടിച്ച് നമുക്ക് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ബിഗ് ബോസൊക്കെ കണ്ട് കിടന്നുറങ്ങാം. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. കടയിൽ കയറിയപ്പോൾ നമ്മളോട് ആ ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഈ നാടൻ കരിക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നാട്ടിലൊക്കെ ട്രെൻഡാണെന്ന്. കൊള്ളാവോ ഇല്ലയോ എന്നറിയത്തില്ല, നമ്മളെ കൊണ്ട് മേടിപ്പിക്കാനാണോ എന്നറിയത്തില്ല. കുടിച്ച് നോക്കട്ടെ, ഇത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം. കരിക്ക് കുഴപ്പമില്ല. അതിന് മുന്നേ ഒരു വട്ടം നെല്ലറയുടെ ഒരെണ്ണം മേടിച്ചായിരുന്നു, അതത്ര പോരായിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. റോഡൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് പോകാം. അവിടെയാണ് നമ്മുടെ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിന് പാർക്കിംഗ് ഇല്ല, അപ്പോൾ നമ്മൾ അപ്പുറത്തെ ബിൽഡിങ്ങിലിട്ടിട്ട് നമ്മുടെ ബിൽഡിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ എവിടെയായിരുന്നു ഇത്, ഫാർമസി, ഇവിടെ നമുക്ക് ഈ ടാബ്ലറ്റ്സ് ഇങ്ങനെ ഈ വൈറ്റമിൻ സി, ഇലക്ട്രോലൈറ്റ്സ് അതൊക്കെ കിട്ടും. അപ്പം നമുക്ക് അതൊരു ഗ്ലാസ് ഇട്ട് കുടിക്കാം. അപ്പം ഇന്ന് ഇലക്ട്രോലൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ്ട് അതെടുത്തു കുടിച്ച് നമുക്ക് ഇവിടെ സത്യത്തിൽ നമ്മുടെ ബിൽഡിങ്ങിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പില്ലാത്ത ഒരു വിധത്തിൽ നല്ലതാണ്, നമുക്കൊരു എക്സസൈസാണ്. നമ്മളൊന്നും വലിയ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അപ്പം നമുക്ക് ഈ 3 നില നടന്ന് നമുക്ക് കയറാം. 3 നില കയറിക്കൊണ്ടിരിക്കുക, 2ാമത്തെ നിലയായി. ഇനി ഒരു നിലയും കൂടെ ഉണ്ട് നമ്മുടെ റൂമെത്തി. ഞാനിവിടെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുട്ട് പ്ലസ് മെനങ്ങാനത്തെ ചിക്കൻ കറി, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഇത് രണ്ടും ചൂടാക്കി നമുക്ക് കഴിക്കാം. ഇന്നത്തെ ബെസ്റ്റ് കോംബോ ഇന്ന് പുട്ടും എൻ്റെ ചിക്കൻ കറി പ്ലസ് നമ്മുടെ ബിഗ് ബോസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ, ക്ലിയർ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഇതും കഴിച്ച് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്.